ശരി, ഒത്തുതീർപ്പാക്കാം. പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? പണ്ട് രാജഭരണകാലത്ത് സ്വന്തം രാജ്യം ആക്രമിച്ച് കീഴടക്കാതിരിക്കാൻ വേണ്ടി സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുമായിരുന്നു. ചക്രവർത്തി ചുമ്മാ സിംഹാസനത്തിൽ ഇരുന്നാ മതി. അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും നിധിശേഖരങ്ങളൊക്കെ കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ കാൽ കീഴിൽ കാഴ്ചവെച്ചിട്ട് പോകും വർഷം തോറും. ഞാൻ നിങ്ങളെ ആരെയും ആക്രമിക്കത്തില്ല. നമുക്കൊരു കരാറിലെത്താം. നിങ്ങൾ എനിക്ക് എന്ത് തരും? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് രാജിയാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. നിരുപാധികമായ ഒരു ഒത്തുതീർപ്പ്. എനിക്കെന്തെങ്കിലും നേട്ടം വേണ്ടേ? ശത്രു രാജ്യം മുഴുവനും കീഴടക്കാൻ പാകത്തിന് വിജയിച്ചു നിൽക്കുന്ന ഞാൻ സന്ധിക്ക് തയ്യാറാവുമ്പോ ഒരു ലാഭം എനിക്ക് കിട്ടണം വേണ്ടേ? യുദ്ധം അവസാനിപ്പിച്ച് സന്ധി ചെയ്യുമ്പോ രണ്ടു കൂട്ടർക്കും കിട്ടുന്ന ലാഭം സമാധാനവും ശാന്തിയുമാണ്. എനിക്കത് പോരാ. എനിക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാ. ശാന്തിയും സമാധാനവും വാരി തെച്ചാ എനിക്കുണ്ടായ മുറിവുണങ്ങില്ല. ശരി, മിസ്റ്റർ തമ്പിക്ക് എന്താ വേണ്ടെന്ന് പറയും. മിസ്റ്റർ മുരളീകൃഷ്ണൻ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വക്കാലത്ത് പിടിച്ചിരിക്കുന്നത്, അവർ ആ സംഗമനെ പലതവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എന്റെ ഡ്രൈവർ കൊല്ലപ്പെട്ടു. എന്റെ ഭാര്യയുടെ കാലൊടിഞ്ഞ് 2 മാസത്തോളം വേദനയും ദുരിതവും അനുഭവിച്ചു. എന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തില് എന്റെ 2 കാലിലെയും 1 കൈയിലെയും സകല അസ്ഥികൾ മുറിഞ്ഞു. 6 മാസക്കാലത്തോളം ഞാൻ തടങ്കലില് ജീവിതമോ മരണമോ മുന്നിലെന്നറിയാതെ ഞാൻ അവശനായി കിടന്നു. ആ കാലമത്രയും എന്റെ ഭാര്യയും മകളും കൊലപാതക ഭീഷണി ഉൾപ്പെടെ ഒരുപാട് ദുരിതവും പട്ടിണിയും അനുഭവിച്ചു. എന്റെ തോട്ടങ്ങളിലും ഫാക്ടറികളിലും വമ്പിച്ച നഷ്ടങ്ങളുണ്ടായി. എന്റെ പണം കൊള്ളയടിക്കപ്പെട്ടു. ഇതെല്ലാം ചെയ്തു കൂട്ടിയവരോട് ഒരൊറ്റ ദിവസം കൂടി ക്ഷമിച്ച് അവന്മാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് സലാം, നാളെ മുതൽ നമ്മൾ തമ്മിൽ വഴക്കില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു പിരിയണമെന്നാണോ മുരളീകൃഷ്ണൻ പറയുന്നത്? ശരി, എനിക്ക് ലാഭമൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞത്രയും നഷ്ടങ്ങൾ ആര് നികത്തും? യുദ്ധം ജയിച്ച ചക്രവർത്തി അങ്ങോട്ട് കപ്പം കൊടുക്കണോ? വേണ്ടല്ലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം? എന്തൊക്കെ ലാഭങ്ങൾ പ്രതീക്ഷിച്ചാണോ അവർ എന്നോടും എന്റെ കുടുംബത്തോടും ഇത് ചെയ്തത്, അതിന് തുല്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. തരാവോ? ചന്ദ്രേട്ടൻ നിങ്ങൾ ഇന്ന് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ചന്ദ്രേട്ടന് മാത്രം ഊരിയെടുക്കാനൊന്നും മുരളി ശ്രമിക്കണ്ട. ഒരു ചങ്ങലയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ചന്ദ്രമോഹൻ. എന്റെ ചേച്ചി, അവരുടെ മക്കൾ, സുധർമ്മ, സുധർമ്മയുടെ മകൻ, പിന്നെ കുറെ വാടകയുണ്ട്. ഇവരെല്ലാം അതിലെ കണ്ണികളാ. അങ്ങനെ ഒരാളെ മാത്രം അടർത്തിയെടുത്തിട്ട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എന്ന് വെച്ചാ ഒരു വിട്ടുവീഴ്ചയ്ക്കും നരേന്ദ്രൻ തമ്പി തയ്യാറല്ലെന്നർത്ഥം. എന്ത് വിട്ടുവീഴ്ചയാണോ താൻ ആവശ്യപ്പെടുന്നേ? എന്നെ കൊല്ലാൻ ശ്രമിച്ചവരോട് വിട്ടുവീഴ്ച, എന്റെ ഡ്രൈവറെ കൊന്നവരോട് വിട്ടുവീഴ്ച, ഇനി മറ്റാരെങ്കിലും കൊന്നാൽ അതിനും വിട്ടുവീഴ്ച. നിങ്ങളൊരു പാർട്ടി നേതാവല്ലേ? കൊലയാളികൾക്ക് കൊടപിടിച്ചു കൊടുക്കലാണോ നിങ്ങളുടെയൊക്കെ കർത്തവ്യം? അതോ അവരുടെ ദ്രോഹം നിമിത്തം ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണം? ശരി, ഞാൻ ഇറങ്ങുന്നു. ഭീഷ്മർക്കും ദ്രോണർക്കും ഒക്കെ സത്യം എന്താണെന്നും ധർമ്മം എന്താണെന്നും അറിയാഞ്ഞിട്ടല്ല അവർ കുരുക്ഷേത്രത്തിൽ കൗരവപ്പടയുടെ കൂടെ ചേർന്നത്. കൗരവരുടെ കൂടെയായിരുന്നു വേണ്ടപ്പെട്ടവരെല്ലാം. ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങളുടെ ശത്രുപക്ഷത്തെ. ഇപ്പൊ ഈ ഞാനും. വരട്ടെ തമ്പി. ഓക്കെ, ഞാൻ വിളിച്ചോളാം. വേറെന്തൊക്കെയുണ്ട്? ഇല്ലില്ല, അച്ഛനെ വിട്ടിട്ടില്ല. ശരി. അങ്കിളെ, അച്ഛനെ കണ്ടോ? കാണാൻ പറ്റില്ല മോളെ.
അതെന്താ? ഞാൻ ആ എസ് ഐ ആയിട്ട് ഉടക്കി മോളെ. പിന്നെ അയാളുടെ കെഞ്ചണം ലോക്കപ്പിൽ കിടക്കുന്ന ആളെ കാണണമെങ്കിൽ. ഇനി അതുകൊണ്ട് വല്ല ഫലമുണ്ടോ? അതുമില്ല. അങ്കിൾ ഇത്ര വലിയ നേതാവായിട്ടും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ലേ? അത് മോളെ, അങ്കിളിന് എസ് ഐ അടിക്കാൻ പറ്റൂ? പോലീസ് സ്റ്റേഷനിൽ നിന്റെ അച്ഛനെ ബലമായിട്ട് പിടിച്ചിറക്കാൻ പറ്റൂ? നരേന്ദ്രൻ തമ്മിക്ക് എവിടേക്കോ നല്ല പിടിയുണ്ട്. ആ ബലത്തിലാ എസ് ഐ അയാളുടെ ഒപ്പം നിൽക്കുന്നത്. ആ കുഴപ്പമില്ല. ആ എസ് ഐക്ക് അങ്കിൾ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുരളി, എന്തായി? സ്റ്റേഷനിൽ പോയായിരുന്നോ? ആ എസ് ഐ ഇന്നലെ വരെ എൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നവനാ. ആ നരേന്ദ്രൻ തമ്പി അയാൾക്ക് എന്തൊക്കെ പൊതിഞ്ഞേട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നണേ. ഞാൻ എത്ര പറഞ്ഞിട്ട് അയാൾ വഴങ്ങണില്ല. അടുത്ത ആഴ്ച അവന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ. ചന്ദ്രേട്ടനെ കണ്ടോ നീ? അളിയൻ ലോക്കപ്പിൽ കിടക്കണ കാണാനാണ് ചേച്ചി ഞാൻ പോയത്, അല്ലല്ലോ. എങ്ങനെയെങ്കിലും അളിയനെ ഇറക്കാൻ പറ്റുമോ നോക്കാനല്ലേ. അതിന് പറ്റാത്തപ്പോ എനിക്കൊന്നും കാണാനും തോന്നിയില്ല. ഹരീഷിനെ കണ്ടില്ലേ? ഇല്ല. എസ് ഐ എന്താ പറയുന്നേ? അയാള് അവരെ കോടതിയിൽ ഹാജരാക്കുന്ന ആള് അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്രേ. ചിലപ്പോ റിമാൻഡ് ആവശ്യപ്പെടുകയും ചെയ്യും. കൊലക്കേസല്ലേ. അപ്പൊ അവർ ഇനി റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ വിടുവോ മുരളി? അതിനാണ് സാധ്യത. ആ എസ് ഐക്ക് വല്ലതും കൊടുത്താലോ? ഏയ്, പണം കൊണ്ട് നരേന്ദ്രൻ തമ്മിൽ മത്സരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ കൊടുക്കുന്നതിന്റെ 2 ഇരട്ടി അയാൾ കൊടുക്കും. ഇതൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. ചുരുക്കത്തിൽ നാളത്തെ പത്രങ്ങളിലെല്ലാം വാർത്തയും പടവും വരുമല്ലേ അങ്കിളെ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ന്യൂസ് കൊടുക്കാതിരിക്കില്ല. പിന്നെ ലോക്കൽ പേജിലേ കാണൂ. എന്നാലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? നിനക്കിപ്പോ അതിലാണ് വിഷമം, അച്ഛൻ അകത്ത് കിടക്കുന്നതിലല്ല അല്ലേ? അച്ഛൻ അകത്തോ പുറത്തോ കിടക്കട്ടെ, ആർക്കു പാട്? എന്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരുമായി മിങ്കിൾ ചെയ്യേണ്ടവനാ ഞാൻ. കൊലപാതകയുടെ മകൻ, നല്ല വിശേഷണം. ശ്രീജി, എടാ, തൊണ്ടേ പുഴുത്ത ഇറക്കിയല്ലേ പറ്റൂ. എങ്ങനെ വന്ന് ഈ നിവൃത്തികേട് വരുത്തി കൂട്ടിയതല്ലേ? എടേ, ഇനി നിന്റെ വീതം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, പറ്റിയ അവസരം. എന്നെ തല്ലാതെ വിട്ടേക്കണേ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാരും കൂടെ കൊല്ലേ, വളർത്തേ, കേസ് കളിക്കേ, ജയിലിൽ കിടക്കേ, എന്താന്ന് വെച്ചാ ചെയ്. മുരളിക്ക് നരേന്ദ്രനെ ചെന്നൊന്ന് കണ്ടുകൂടായിരുന്നോ? അവിടെ ഞാൻ പോയി ചേച്ചി. എപ്പോ പോയി? എന്നിട്ട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നരേന്ദ്രൻ തമ്മിയെ കണ്ടൊന്ന് സംസാരിച്ചാലോ. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാളില്ല. പിന്നെ അയാളുടെ ഭാര്യയോട് സംസാരിച്ചു. അമ്മൂനോടോ? അവളോട് മനുഷ്യരാരെങ്കിലും സംസാരിക്കോ? നന്ദിയില്ലാത്ത ജന്തു. പാലപ്പടിക്കൽ അടുക്കള വാതിക്കൽ പട്ടിയെ പോലെ കിടന്നിട്ടും. പിന്നെ ഞാൻ തമ്പിയായിട്ട് സംസാരിച്ചു. ഒരു രക്ഷയില്ല. അയാൾ ഈ അമ്പിനും വില്ലിനും അടുക്കാത്തവനാ. മോശം. ചുരുക്കി പറഞ്ഞ അവരിനി സബ് ജയിലിൽ കയറും അല്ലേ മുരളി? ആ, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഞാൻ വക്കീലിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടേ. നിങ്ങളാണോ എന്നെ അന്വേഷിച്ചെത്തിയ ആൾ? അതെ. ശരി, എന്താ കാര്യം? കാറിൽ നിന്നിറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആരും വിളിക്കുന്നിടത്ത് ഇറങ്ങിച്ചെല്ലാറില്ല. വിളിച്ചു വരുത്താറേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ. വിളിച്ചിട്ടിറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചിങ്ങ് ഇറക്കും. അതാ എൻ്റെ ഒരു രീതി. സദാനന്ദ ഷെട്ടി അല്ലേ? ഞാൻ പോലീസുകാരനാണെന്ന് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ. രാജു എബ്രഹാം, ക്രൈംബ്രാഞ്ച് DYSP. ഇവിടുത്തെ SP മാസത്തിൽ 2 തവണയെങ്കിലും
എൻ്റെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കും. എനിക്ക് ഊണ് വേണ്ട. ചില സ്ഥലങ്ങൾ കാണണം. നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരണം. എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. നിങ്ങളുടെ കാറ് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യാം. അതിനുശേഷം എൻ്റെ വണ്ടിയിൽ വരണം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പത്തനംതിട്ടയിൽ നിന്നൊരു കേസ് അന്വേഷിച്ച് വന്നതാ, അല്ലാതെ കാസർഗോഡ് സുഖവാസത്തിന് വന്നതല്ല. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് എൻ്റെ കൂടെ വരിക. പാണത്തൂര് പോകണം, സുള്ളിയേക്ക് പോകണം, ഗ്രീൻലാൻഡ് എസ്റ്റേറ്റ് കാണണം. അങ്ങനെ ചില കാര്യങ്ങൾ. ഓക്കെ? സാറ് കാണണമെന്നാവശ്യപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സാറിനെ കൊണ്ടുപോയല്ലോ. നരേന്ദ്രൻ തമ്പിയെ ഞാൻ ഒളിവിൽ താമസിപ്പിച്ചിരുന്നു എന്ന് സാർ പറയുന്ന ആ പഴയ കെട്ടിടം പോലും ഞാൻ സാറിന് കാട്ടിത്തന്നില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? വില്ലേജ് ഓഫീസിൽ ഞാൻ തന്നെ സാറിനെ കൂട്ടിക്കൊണ്ടുപോയി ആ കെട്ടിടത്തിന്റെ ഉടമയാരെന്നും വർഷങ്ങളായി അത് ആരുടെ കൈവശമാണെന്നും തണ്ടപ്പേർ രജിസ്റ്റർ സഹിതം ഞാൻ സാറിന് കാട്ടിത്തന്നില്ലേ? ആടൂരെ പോലീസ് സ്റ്റേഷനിലും മുള്ളേരിയിലെ സർക്കിൾ ഓഫീസിലും ഞാൻ തന്നെ സാറിനെ കൂട്ടിക്കൊണ്ടുപോയി. എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ആ സ്റ്റേഷനുകളിലുണ്ടോ? ഇല്ല. ഒരു പെറ്റി കേസെങ്കിലും ഇല്ല. ഡിവൈഎസ്പി പോലും എന്നോട് എത്ര ബഹുമാനത്തിലാണ് പെരുമാറുന്നതെന്ന് സാറ് നേരിട്ട് കണ്ടതല്ലേ? സാറ് പാണത്തൂരിൽ എന്നെക്കുറിച്ച് പലരോടും തിരക്കിയല്ലോ. എന്നെപ്പോലെ ഉപകാരിയായ പൊതുസമ്മതനായ ഒരാൾ പാണത്തൂരിൽ വേറെയില്ലെന്ന് സാറിന് മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി. അതിനു പുറമെ വേറൊന്നുകൂടി മനസ്സിലായി. നിങ്ങൾ അതിസാമർഥ്യക്കാരനാണെന്ന്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ നരേന്ദ്രൻ തമ്പിയെ അറിയുക പോലുമില്ല. കൽപ്പനയെ കണ്ടിട്ട് 16 വർഷമായി. കൽപ്പന ജയിലിൽ പോയ ശേഷം കണ്ടിട്ടേയില്ല. സഞ്ജയനെ നിങ്ങൾക്ക് നേരിട്ട് പരിചയമേ ഇല്ല. ശീതൽ എന്ന പേര് പോലും കേട്ടിട്ടില്ല. ശിവജിയോ? അതാര്? ഇതല്ലേ ഇപ്പോഴും നിങ്ങളുടെ നിലപാട്? സാർ, എനിക്ക് അവരെയൊക്കെ അറിയാമെങ്കിലല്ലേ അറിയാമെന്ന് പറയാൻ പറ്റൂ. ആരോ കൊല്ലാൻ കൊണ്ടുപോയ നരേന്ദ്രൻ തമ്പി എന്നൊരു അപരിചിതനെ അങ്ങ് ബന്ധുപ്പൂരിൽ പോയി ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കൽപ്പന നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയാണെന്നുള്ളത് നിങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. അതുകൊണ്ടെന്താ സാർ കുഴപ്പം? എന്റെ ഭാര്യയെ അവളുടെ പേരിലുള്ള സ്വത്തിനു വേണ്ടി കൽപ്പന സ്ലോ പോയിസൺ നൽകി കൊലപ്പെടുത്തിയെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ പരാതിപ്പെടില്ലേ? നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ടിയിരുന്ന കുടകിലെ കോഫി എസ്റ്റേറ്റ് കൽപ്പന കൈവശപ്പെടുത്തിയെന്നത് സത്യമല്ലേ? അങ്ങനൊരു തോട്ടം ഉണ്ടായിരുന്നെന്ന് പോലും എനിക്കറിയില്ല. പാണത്തൂരിലെ എന്റെ വസ്തുവകൾ തന്നെ നേരാമണ്ണം നോക്കി നടത്താൻ എനിക്ക് സമയമില്ല. പിന്നെയാണോ കുടകിൽ? നരേന്ദ്രൻ തമ്പി പിന്നെങ്ങനെ നിങ്ങളെപ്പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി? സാർ, ഞാൻ എന്റെ ഒരു ഊഹം പറയാം. നരേന്ദ്രൻ തമ്പി എന്ന ആളെ രക്ഷിച്ചത് കൽപ്പന തന്നെയാകും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിലെ പഴഞ്ചൻ ബംഗ്ലാവിൽ വന്ന് ഒളിച്ചു താമസിച്ചിരിക്കും. കൽപ്പനയ്ക്ക് എന്നെക്കുറിച്ച് വിശദമായിട്ട് അറിയാലോ. മാത്രമല്ല, അവർ മുംബൈയിൽ വെച്ചും പരിചയക്കാരാണെന്നാണല്ലോ സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞ വാടക കൊലയാളി യതിയെ അവര് കൊന്നതാ സാർ, ഉറപ്പാ. ആ കുറ്റം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലല്ലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതിനുവേണ്ടി എന്നെയും കൂട്ടിച്ചേർത്ത് അവരൊരു കഥയുണ്ടാക്കി. സാർ ആ കഥ കേട്ട് വീണുപോയി. ആരും വിശ്വസിച്ചു പോകും. എങ്കിൽ പിന്നെ കൽപ്പന എവിടെ? അവൾ ഇപ്പോഴും ഒളിവിലായിരിക്കും. അല്ലെങ്കിൽ ജയിലിൽ നിന്നിറങ്ങിയ സഞ്ജയ് എന്നവന്റെ കൂടെ മുംബൈക്ക് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുടകിലെ തോട്ടത്തിലുണ്ടാവും. നരേന്ദ്രൻ തമ്പിയുടെ കൂടെയുള്ള നാഗരാജ് നിങ്ങളുടെ സേവകനായിരുന്നു എന്നാണല്ലോ പറയുന്നത്. എല്ലാം കള്ളമാണ് സാർ. ഒരു പക്ഷെ അവർ ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിൽ ഒളിത്താവളത്തിൽ കഴിഞ്ഞപ്പോ നാഗരാജ് എന്നൊരാൾ അവരെ സഹായിച്ചിരിക്കാം. അവർക്ക് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ?
അയാൾ എന്റെ സേവകനായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഥയ്ക്ക് ഒന്നുകൂടി ബലം കിട്ടുമല്ലോ. ഇനി ഞാൻ പോയിക്കോട്ടെ സാർ, വേറൊന്നും ബാക്കിയില്ലല്ലോ. ഒരുപാട് ജോലികൾ ബാക്കിയിട്ടിട്ടാ ഞാൻ സാറിന്റെ കൂടെ എല്ലായിടത്തും വന്ന് സഹകരിച്ചത്. ശരി, പൊയ്ക്കോ. പക്ഷേ ഈ സഹകരണം തുടർന്നും വേണ്ടിവരും. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യണം. ഞാൻ എന്തിനും തയ്യാറാ സാർ. എന്റെ എല്ലാ സഹായവും ഞാൻ ഉറപ്പു തരുന്നു. കാണാം. താങ്ക് യു സാർ. സാർ, ഒരു സംശയം. എന്താ? നരേന്ദ്രൻ തമ്പി എന്ന വിദ്വാൻ കൊല്ലപ്പെട്ട കേസല്ലേ സാർ അന്വേഷിക്കുന്നത്? അതെ. അയാൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു കേസില്ലല്ലോ. പിന്നെന്തിനാ സാർ അന്വേഷണം? ചക്ക വീണ് മുയൽ ചത്തിട്ടില്ല എങ്കിൽ പിന്നെ ചക്ക എവിടെയെന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? എന്റെ വിഷയമല്ല, ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. പോട്ടെ സാർ. മണിക്കൂർ കുറെയായി രണ്ടുപേരും കൂടി ഫോണും പിടിച്ചോണ്ട്. എന്താ അതിലിത്ര കാണാനിരിക്കുന്നേ? എന്താ ചേച്ചി? എന്റെ മോൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സുഖേടില്ലായിരുന്നു. ഇപ്പൊ നിന്റെ മോൾ ഇവിടെ വന്ന ശേഷം രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മുറി അടച്ചിരുന്ന ഒരു ഇന്റർനെറ്റിൽ. അവര് പഠിക്കുന്ന കുട്ടികളല്ലേ, നെറ്റിൽ എന്തെങ്കിലും നോക്കാനുണ്ടായിരിക്കും. ഇത്രയും നാൾ അവൾക്ക് നോക്കണ്ടായിരുന്നല്ലോ. നീരജ് ഇവിടെ വന്ന ശേഷം നെറ്റിലുള്ള കയറ്റവർക്കൊക്കെ തുടങ്ങിയത്. പിള്ളേരല്ലേ, നെറ്റിലും ഫേസ്ബുക്കിലൊക്കെ കുറെ സമയം ചെലവഴിച്ചു എന്നൊക്കെ ഇരിക്കും. സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ ഇത്. അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. അടുക്കളയിൽ വല്ലതൊക്കെ ചെയ്ത് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന പെണ്ണ. നിന്റെ മോള് വന്നു കൂടിയ ശേഷം ഒരു സഹായവും ഇല്ല. രണ്ടും കൂടി ഫോണും വെച്ചോണ്ട്. എന്റെ മോൾക്ക് ഫോണില്ല, ചേച്ചിയുടെ മോൾക്ക് ഫോൺ ഉള്ളതിന് എന്റെ മോൾ എന്ത് പഴിച്ചു? പിഴയ്ക്കാതിരിക്കാൻ വേണ്ടി തന്നെ വഴക്ക് പറഞ്ഞത്. അധികം കൂട്ടുകെട്ടൊന്നും വേണ്ടെന്ന്. എന്റെ മോളുടെ കൂടെ കൂടിയിട്ടാണോ ചേച്ചിയുടെ മോളിപ്പോ വഴി തെറ്റിയത്? എന്റെ സുധേ, നിന്നോട് തർക്കത്തിനൊന്നും ഞാനില്ല. നിന്റെ മക്കളൊക്കെ ഒന്നാം തരം. ഒരുത്തൻ കൊലപാതകി, അടുത്തവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോന്നവൾ, അതിനടുത്തവൾ ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ കൂടെ ചാടിപ്പോയവൾ. ബാക്കിയുള്ള ഒരെണ്ണത്തിനെ മഷിയിട്ട് നോക്കണം എവിടാന്ന് അറിയണമെങ്കിൽ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അല്ല, ചേച്ചി കുറച്ച് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എങ്ങനെ പറയാതിരിക്കും? നിന്റെ മകൻ ഒറ്റയൊരുത്തൻ കാരണോ ചന്ദ്രേട്ടൻ ഇപ്പൊ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ചന്ദ്രേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? പാലും വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുകയായിരുന്നോ? ചന്ദ്രേട്ടനെ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നിന്റെ മകൻ എപ്പ ചന്ദ്രേട്ടന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ തുടങ്ങിയതാ കണ്ടകശനി. എന്റെ മോൻ ചന്ദ്രേട്ടന്റെ കൂടെ കൂടിയതായ ഏറ്റവും വലിയ കുഴപ്പമല്ലേ? ഈ വീട് എങ്ങനെയാ പുതുക്കി പണിതത്? വിജയേട്ടൻ ചന്ദ്രേട്ടന് കൊടുത്ത ശമ്പളം കൊണ്ടാണോ? രൂപ 1-2 ലക്ഷം അല്ല, 1.5 കോടി രൂപയാ പാലപ്പടിക്കൽ ചിട്ടിഫണ്ടിന്ന് കടത്തിയത്. പുതിയ അക്കൗണ്ടന്റ് വന്നപ്പോ കൈയോടെ പിടിച്ചു. അതിനാ വിജയേട്ടൻ ചന്ദ്രേട്ടനെ ജോലിന്ന് പിരിച്ചുവിട്ടത്. അതിനൊന്നും ചന്ദ്രേട്ടൻ എന്റെ മോന്റെ കൂട്ട് വേണ്ടായിരുന്നല്ലോ. 1.5 കോടി വെട്ടിച്ചെങ്കിലേ അത് തെളിയിക്കണായിരുന്നു. തെളിയിച്ചേനെ, ഞാൻ ചന്ദ്രേട്ടന്റെ സൈഡ് നിന്നതുകൊണ്ടാ. എന്നിട്ടിപ്പോ എന്റെ മോൻ കാരണം ചന്ദ്രേട്ടൻ പിഴച്ചു പോയിന്ന്. താപ്പാനയുടെ കൂടെ കുഴിയാന കൂടിയപ്പോ താപ്പാന പിഴച്ചു പോയത്രേ. വേണമെങ്കിൽ എനിക്കും പറയാം, എന്റെ മോൻ വഷളായതേ ചന്ദ്രേട്ടൻ കാരണമാണെന്ന്. ചന്ദ്രേട്ടൻ എന്തു ചെയ്തു? തെറ്റ് കണ്ടപ്പോ തിരുത്തി കൊടുത്തില്ല, പകരം വളം വെച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. കൂട്ടത്തിൽ ചേർത്ത് കിട്ടാവുന്നത്രയും വസൂലാക്കി. എന്നിട്ടിപ്പോ എന്റെ മോന് മാത്രം കുറ്റം. ദൈവത്തെ ഓർത്ത് ഈ കൂട്ടുകെട്ടൊന്ന് മുറിച്ചു തരാമോ? ചേച്ചി ഒരു കത്തിയെടുത്തോണ്ട് വന്നങ്ങ് മുറുക്കി. അല്ല പിന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവോ? നിങ്ങൾക്കിവിടെ അഭയം തന്നതുകൊണ്ടാ നരേന്ദ്രൻ തമ്പിക്ക് ഞങ്ങളോട് കൂടി വൈരാഗ്യമായത്. നിങ്ങൾ ഇവിടെ വരുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചന്ദ്രേട്ടനെ കൂടി ആ നരേന്ദ്രൻ തമ്പി ഒരു കരുവാക്കുക. അതിന്റെ കഷ്ടവും ദുരിതവും വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും എന്റെ പിള്ളേരും കൂടിയാ. ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. വീട് പുതുക്കി പണിതാലും ഇല്ലെങ്കിലും ഇതെന്റെ കൂടി തറവാടാ. ദേ, ഈ ഇരിക്കുന്നത് എന്റെ അമ്മയാ. ഇവിടെ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അവകാശം ഒന്നും ചേച്ചിക്കില്ല. എന്നാലും ഞങ്ങൾ പോയിക്കോളാം. എന്റെ ഹരിക്കുട്ടനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. അതിനി എന്നാണെന്ന് ആർക്കറിയാം. റിമാൻഡ് കഴിയുമ്പോ ജാമ്യത്തിൽ ഇറങ്ങുമല്ലോ. അവൻ വന്നാലുടനെ ഞങ്ങൾ പോയിക്കോളാം. ചേച്ചിയുടെ ആട്ടും തുപ്പ് വെച്ച് കിടക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഇതിനു മുമ്പ് ഹരീഷ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ പോകായിരുന്നല്ലോ. എന്താ പോവാഞ്ഞത്?
ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഇത്രയും ദുഷിച്ചതാണെന്ന് ആരറിഞ്ഞു? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയും സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ അതിന്റെ പങ്ക് പറ്റാൻ ഒരു മടിയുണ്ടായിരുന്നില്ലല്ലോ. കഷ്ടപ്പാടും വേദനയും വന്നപ്പോ ഞങ്ങളോട് പടിയിറങ്ങിക്കോളാൻ. സാരമില്ല ചേച്ചി, ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്നേ. ആ, വണ്ടി തിരിച്ചിട്ടോ, അരമണിക്കൂർ എടുക്കും. അതെ, ഹലോ, ആരെ കാണാനാ? നാഗരാജ് അല്ലേ? അതെ സാർ. തമ്പി സാറിന്റെ ആരെങ്കിലും ആണോ? ഇയാള് കാസർഗോഡുകാരനല്ലേ? അതെ സാർ. പാണത്തൂർ? അതെ. ഇവിടെ കാണണം, എങ്ങും പോകരുത്, എനിക്ക് ആവശ്യം വരും.